നമസ്കാരം. അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു പ്രതിരോധ വാർത്തയിലേക്കാണ് ഇന്ന് നമ്മൾ കണ്ണോടിക്കുന്നത്. ഏഷ്യൻ മേഖലയെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഉത്തര കൊറിയ വീണ്ടും ഒരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചിരിക്കുന്നു. ജപ്പാനാണ് ഈ മുന്നറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. കൊറിയൻ ഉപദ്വീപിൽ അമേരിക്കയും ദക്ഷിണ കൊറിയയും സംയുക്ത സൈനികാഭ്യാസം നടത്തുന്നതിനിടെയാണ് കിം ജോങ് ഉന്നിൻ്റെ ഈ പ്രകോപനം എന്നത് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ജപ്പാൻ നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? ഇതിന് പിന്നിലെ ജിയോപൊളിറ്റിക്സ് നമുക്ക് പരിശോധിക്കാം. ഇന്നാണ് ഉത്തര കൊറിയയുടെ കിഴക്കൻ തീരത്തുനിന്ന് ഒരു അജ്ഞാത മിസൈൽ തൊടുത്തുവിട്ടതായി ജപ്പാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത്. ജപ്പാന്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിന് പുറത്ത് കടലിലാണ് ഇത് പതിച്ചതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. മിസൈൽ ലോഞ്ചിന് പിന്നാലെ ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻജിറോ കൊയ്സുമി അടിയന്തര യോഗം വിളിച്ചു ചേർക്കുകയും ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക, വിവരങ്ങൾ കൃത്യസമയത്ത് കൈമാറുക എന്നിവയ്ക്കാണ് ജപ്പാൻ മുൻഗണന നൽകുന്നത്. ഇത് ഈ വർഷത്തെ മൂന്നാമത്തെ വലിയ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണമാണ്. ഏകദേശം 47 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കിം ജോങ് ഉൻ വീണ്ടും ആയുധം പുറത്തെടുക്കുന്നത്. ജപ്പാന്റെ തീരങ്ങളിലേക്ക് ഈ മിസൈൽ വീഴാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ടോക്കിയോ കനത്ത ജാഗ്രതയിലാണ്. എന്തുകൊണ്ടാണ് ഉത്തര കൊറിയ ഇപ്പോൾ ഈ പരീക്ഷണം നടത്തിയത്? ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, കഴിഞ്ഞ മാർച്ച് 9 മുതൽ 19 വരെ ദക്ഷിണ കൊറിയയും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ഫ്രീഡം ഷീൽഡ് എന്ന സൈനികാഭ്യാസം. ഉത്തര കൊറിയയുടെ ആധിപത്യത്തെ തകർക്കാനുള്ള നീക്കമായാണ് കിം ജോങ് ഉൻ ഇതിനെ കാണുന്നത്. ഇത് തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് കിമ്മിന്റെ സഹോദരി കിം യോ ജോങ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. രണ്ടാമത്തെ കാരണം ഏറെ കൗതുകകരമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കിം ജോങ് ഉൻ ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾക്കിടയിലാണ് ഈ ലോഞ്ച് നടക്കുന്നത്. ചർച്ചകൾക്ക് മുൻപ് തങ്ങളുടെ സൈനിക കരുത്ത് ബോധ്യപ്പെടുത്തുക എന്ന തന്ത്രമാവാം കിം ഇവിടെ പയറ്റുന്നത്. അതായത് സമാധാന ചർച്ചകൾക്ക് വരുന്നത് ബലഹീനനായല്ല, മറിച്ച് ഒരു വലിയ ശക്തിയായാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഉത്തര കൊറിയ. നിലവിൽ പടിഞ്ഞാറൻ ഏഷ്യയിൽ ഇറാൻ ഇസ്രയേൽ സംഘർഷം പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കിഴക്കൻ ഏഷ്യയിലും യുദ്ധഭീതി ഉയരുന്നത് ആഗോളതലത്തിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ദക്ഷിണ കൊറിയയിലെ അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് മാറ്റുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിൽ ഉത്തര കൊറിയ നടത്തുന്ന ഈ നീക്കം ദക്ഷിണ കൊറിയയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. റഷ്യയുടെ സാങ്കേതിക സഹായം കൂടി ഉത്തര കൊറിയയ്ക്ക് ലഭിക്കുന്നുണ്ടോ എന്ന സംശയം ജപ്പാനും അമേരിക്കയും നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. പരീക്ഷണങ്ങൾ വെറുമൊരു മിസൈലിൽ ഒതുങ്ങുന്നില്ല, മറിച്ച് സമുദ്രത്തിനടിയിലൂടെ തൊടുക്കാവുന്ന ക്രൂയിസ് മിസൈലുകളിലേക്കും ഉത്തര കൊറിയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ജപ്പാനും ദക്ഷിണ കൊറിയയും അമേരിക്കയും ചേർന്നുള്ള ത്രികക്ഷി ചർച്ചകൾ ഉടൻ നടക്കും. UN സെക്യൂരിറ്റി കൗൺസിലിന്റെ ലംഘനമാണ് ഈ പരീക്ഷണമെന്ന് ജപ്പാൻ കുറ്റപ്പെടുത്തി കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കൊറിയൻ ഉപദ്വീപിൽ വലിയ നീക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായവും താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.